ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ഈവനിങ് വ്ളോഗുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. സുമേഷേട്ടൻ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നപ്പോഴുള്ള ചെറിയ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇന്ന് കുറച്ച് നേരത്തെ ഇരുട് വരുന്നതിനെക്കാട്ട് മുന്നേ എത്തിയത് കാരണം ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല കാലാവസ്ഥ കണ്ടപ്പോൾ മോള് സൈക്കിളൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. സൈക്കിൾ ഓടിക്കണം. ഇതാ എൻ്റെ വീട് ഞാനൊരു മിന്നായം പോലെ കാണിച്ചിട്ടുണ്ട്, കാരണം പണിയൊന്നും കഴിയാത്തത് കൊണ്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന കണ്ടപ്പോൾ ലിയോ പെണ്ണിനും ഇറങ്ങണം, അവളും ഒച്ചപ്പാടാക്കി കാരണം അവളെയും പുറത്തേക്ക് എടുത്ത്. ചങ്ങലയില്ലാണ്ട് പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എവിടെയാ വായുന്നതെന്ന് അവൾക്ക് തന്നെ തിരിയില്ല. ഒരേ ഓട്ടപ്രദർശനമായിരിക്കും. പക്ഷെ അതിനൊന്നും കടന്നു പോകത്തില്ല. പക്ഷേ ഇങ്ങനെ എങ്ങനെയല്ലോ ഓടും. പക്ഷേ പെട്ടെന്ന് ആരും കണ്ട് പേടിച്ച് കൊണ്ടാന്ന് കരുതി അവളെ ചങ്ങലയിട്ട് തന്നെ ഞങ്ങൾ കൂട്ടിയത്. ഇതാ മുറ്റത്തൊക്കെ നിറയെ പുല്ലൊക്കെ ഉണ്ട്. ഒന്നും പണികളൊന്നും കഴിയാത്ത കാരണം കുറേ വിറകൊക്കെ കൊണ്ടുപോയിട്ടതൊക്കെ കാരണം പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ പണി തന്നെയാണ്. ഇനിയിപ്പോൾ ഈ മഴയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വൃത്തിയാക്കി എടുക്കണേ തന്നെ വലിയ ഇതാണ് എൻ്റെ വീട് വരുന്നത്. അപ്പം ഇന്ന് മഴയൊക്കെ ചോർച്ച കാരണം ഒരു അവസരം കിട്ടിയപ്പോൾ മക്കൾ പുറത്തിറങ്ങിയപ്പോൾ ഇതാ മോള് സൈക്കിൾ എടുത്ത് ഇങ്ങനെ റോഡിൻ്റെ അടുത്തം വരെ വരാൻ നോക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് റോഡാണേ. അതാ ഇന്ന് നല്ല കാലാവസ്ഥ കാരണം ഞാൻ ആറിയിടമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലത്ത് റോഡായിട്ടാണ് വരിക. അപ്പം അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ പോകുന്ന ഏരിയയാണ്. അപ്പോൾ ഇതാ കക്ഷിയും ഇറങ്ങി നടക്കുന്നുണ്ട്. ഒരിത്തിരി അവസരം കൊടുത്താൽ ആളും ഇറങ്ങി നടക്കും. ഇത് മേലത്തെ ടെറസാണ്. അപ്പം നിറയെ ചെടികളുണ്ട് മേലെ. ഇതൊക്കെ താഴെയുള്ള ചെടികളാണ്. അതിനുശേഷം ഇതാ സന്ധ്യ വിളക്ക് കത്തിക്കേണ്ട സമയമായപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുറ്റത്ത് പിന്നെയും